നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. വളരെ പണ്ട് ജപ്പാനിൽ നടന്ന ഒരു കഥ പറയാം. അതായത് അവിടുത്തെ രാജാവിന് തന്റെ രാജകുമാരന് രാജ്യം ഭരിക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ട് എന്ന് തോന്നി. ഇവനെ മിടുക്കനായ ഒരു രാജാവാക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു മാർഗം അടുത്തുള്ള ഒരു ബുദ്ധസന്യാസിയെ പോയി കണ്ട് അഭിപ്രായം ചോദിക്കാം, ഉപദേശം തേടാം എന്നുള്ളതാണ്. അങ്ങനെ ഈ രാജകുമാരനെ കൊണ്ട് രാജാവ് ബുദ്ധ സന്യാസി എടുത്ത് ചെന്നു. സന്യാസി എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇവനെ എന്റെ കൂടെ നിർത്തൂ, ഞാൻ ഇവനെ നല്ലൊരു രാജാവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന്. അങ്ങനെ ഈ രാജകുമാരനെ ബുദ്ധ സന്യാസി എടുത്ത് നിർത്തിയിട്ട് രാജാവ് തിരിച്ചുപോയി. ഈ ബുദ്ധ സന്യാസി എന്ത് ചെയ്തെന്നോ, ഈ രാജകുമാരനെ കാട്ടിലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വർഷം നീ കാട്ടിൽ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന്. ഒരു വർഷത്തിന് ശേഷം രാജകുമാരൻ കാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ബുദ്ധസന്യാസി ചോദിച്ചു, എന്തൊക്കെ ശബ്ദങ്ങളാണ് കാട്ടിൽ താങ്കൾ കേട്ടത് എന്ന്. അതിന് ഉത്തരമായിട്ട് രാജകുമാരൻ പറഞ്ഞു, ഞാൻ കാട്ടിൽ നദികൾ ഒഴുകുന്നത് കേട്ടു, വെള്ളച്ചാട്ടം വീഴുന്നത് കേട്ടു, ചെടികൾ അനങ്ങുന്നത് കേട്ടു. ഈ ശബ്ദങ്ങളെല്ലാം എനിക്ക് കേൾക്കാം, തിരിച്ചറിയാം. അപ്പൊ ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ ബുദ്ധസന്യാസി പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും പറ്റുമല്ലോ, വളരെ നല്ലത്. ഇനിയും കാട്ടിൽ പോയി ഒരു വർഷം താമസിക്കുക. അങ്ങനെ കാട്ടിലേക്ക് ഇതേ രാജകുമാരനെ വീണ്ടും വിട്ടു. ഇങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. അവസാനം ബുദ്ധ സന്യാസി ചോദിച്ചു, ഒരു തവണ നിനക്ക് എന്തൊക്കെ ഇപ്പോൾ കേൾക്കാം? അപ്പൊ പറഞ്ഞു, എനിക്ക് മൃഗങ്ങൾ നടക്കുന്നത് കേൾക്കാം, ആമ എഴയുന്നത് കേൾക്കാം, മുയൽ ചാടുന്നത് കേൾക്കാം. ശരി, നല്ല കാര്യം, ഇനി ഒരു വർഷം കൂടി താമസിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ കേൾക്കാമെന്ന് ചോദിച്ചപ്പോൾ രാജകുമാരൻ പറഞ്ഞത് കേട്ട് ബുദ്ധ സന്യാസിക്ക് വളരെ സന്തോഷമായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടികളിൽ പൂക്കൾ വിടരുന്ന എനിക്ക് കേൾക്കാം, പാറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ നീരാവിയായി മാറുന്നതിന്റെ ശബ്ദം വരെ എനിക്കിപ്പോ കേൾക്കാം. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും എനിക്ക് കാട്ടിൽ ഇപ്പൊ കേൾക്കാം എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ശരി, നിന്റെ പഠനം കഴിഞ്ഞിരിക്കുന്നു, നിനക്കിനി തിരിച്ചു പോകാം, നിന്റെ അച്ഛനെ ഞാൻ വരുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ അറിയിച്ചു. രാജാവ് വന്ന ശേഷം രാജാവിന്റെ അടുത്ത് ഈ ബുദ്ധ സന്യാസി പറഞ്ഞു, ഇവൻ കാട്ടിലെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇവന് ഇനി നാട്ടിലെ എന്ത് ശബ്ദവും ഇവന് കേൾക്കാൻ പറ്റും. ഒരു ശത്രുവിന്റെയോ ഒരു രോഗിയുടെയോ അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള ആളുകളുടെയോ ഒക്കെ ശബ്ദങ്ങൾ ഇവർക്ക് കേൾക്കാൻ പറ്റും. നല്ലത് ചെയ്യേണ്ടത് നല്ലത് ചെയ്യാനും ശാസിക്കേണ്ടത് ശാസിക്കാനുമുള്ള കഴിവിന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവന് ഇനി നല്ലൊരു രാജാവായി ഭരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കഥ ജപ്പാനിലുണ്ട്, ഒരു സെൻ കഥയാണ്. ഈ സെൻ കഥ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻ എന്നുള്ളത് ഒരു ജാപ്പനീസ് വാക്കാണ്. ഇതിന്റെ അർത്ഥം ധ്യാനം എന്നുള്ള അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള സാൻസ്ക്രിറ്റ് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് ജപ്പാൻകാര് ഈ സെന്നിനെ അവരുടെ ബിസിനസ്സിലേക്ക് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നുള്ള തലത്തിലേക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രോഡക്റ്റുകൾ അവര് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓരോ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിനെ മെച്ചപ്പെടുത്തി ചെയ്യുമ്പോഴും എല്ലാം വളരെ ഒബ്സർവ് ചെയ്തിട്ടാണ്. ഒരു ജാപ്പനീസ് പ്രോഡക്റ്റിൽ നമുക്ക് കസ്റ്റമറിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും കാണാൻ പറ്റില്ല. നമുക്ക് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല അവസ്ഥ. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് ടൊമാറ്റോ സോസ് പോയി മേടിക്കുകയാണ്. ടൊമാറ്റോ സോസ് മേടിക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളുടെ ആംഗിളിൽ നിന്ന് പലപ്പോഴും ചിന്ത ഉണ്ടാവണമെന്നില്ല. അത് ഒരു ഓപ്പണർ വെച്ച് മാത്രം ഓപ്പൺ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു അടപ്പാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് കസ്റ്റമറിന്. എപ്പോഴും ഒരു കസ്റ്റമർ ഓപ്പണർ കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമ്മുടെ പല പ്രോഡക്റ്റുകൾ, എത്ര പാക്കറ്റുകൾ നമ്മൾ കടിച്ചു പൊട്ടിക്കേണ്ടി വരുന്നുണ്ട് നേരാവണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഷൻ അല്ലെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. നേരത്തെ ഈ രാജകുമാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാട്ടിലെ ഓരോ ശബ്ദവും കേൾക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ പോലെ, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റണം. പ്രോഡക്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും കാണാൻ പറ്റണം. ഇതൊക്കെ ഒബ്സർവേഷനാണ്. ഈ ഒബ്സർവേഷനാണ് ജപ്പാനിൽ അവർ സെൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഒരു ധ്യാനമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അതായത് കേൾക്കുന്നത് കൃത്യമായി കേൾക്കുകയും കാണേണ്ടത് കൃത്യമായി കാണുകയും പറയേണ്ടത് കൃത്യമായി പറയുകയും എല്ലാം കൃത്യതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ധ്യാനമാണ്. ഈ ധ്യാനാവസ്ഥയിലാണ് പുതിയ ഉൽപ്പന്നങ്ങളും ബിസിനസ്സുകളും എല്ലാം വരേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കും ഇതേ ശ്രദ്ധയോടുകൂടി ഇതേ ധ്യാനാവസ്ഥയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ മികച്ചതായിട്ട് ലോകത്തിലെ മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. എന്തായാലും ഇവിടുന്ന് പോയ ധ്യാൻ ആണ് സെന്നായി മാറിയതെങ്കിൽ തിരിച്ച് നമുക്ക് ഇതേ ധ്യാൻ ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ ശ്രമിക്കാം. അത് നിങ്ങളൊരു വ്യവസായി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കണം, ആ ശ്രദ്ധ.
അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്തും ഇതേ ശ്രദ്ധയോടുകൂടി തന്നെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഷിപ്പ് ചെയ്യാൻ നേരത്തെ ഡോക്യുമെന്റ് ചെയ്യുന്നതെല്ലാം അതേ ശ്രദ്ധയോടുകൂടി നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ലോകത്ത് ഏത് രാജ്യത്തും വിൽക്കാൻ ഈസി ആയിട്ട് സാധിക്കും. ഒരു ബുദ്ധിമുട്ടും വരില്ല. അശ്രദ്ധയോടുകൂടി നമുക്ക് ഇത് മതി എന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ ഇത്രയൊക്കെ ധാരാളം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിജയിക്കില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിജയിക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് ശ്രദ്ധ വേണം. പിന്നെ ജപ്പാനിലെ തന്നെ വേറൊരു കൺസെപ്റ്റാണ് കൈസൻ. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ പ്രോഡക്റ്റ് ആയിരിക്കില്ല 6 മാസം കഴിയുമ്പോൾ അല്ലെ 1 കൊല്ലം അല്ലെ 2 കൊല്ലം കഴിയുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് മാർക്കറ്റിന് വേണ്ടുന്ന രീതിക്ക് ആക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ നിന്ന്. അവര് ഓരോ സമയത്തും പ്രോഡക്റ്റുകൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ പ്രോഡക്റ്റുകൾ എപ്പോഴും നൂതനമായിട്ടിരിക്കത്തക്ക രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു സക്സസ് ജേർണി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.